ഹലോ ഡിയേഴ്സ്, ഞാൻ നമ്മളെ സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനായിട്ടാണ് വന്നത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഡയറ്റീഷ്യനോ ന്യൂട്രീഷ്യനിസ്റ്റോ ഒന്നും അല്ല കേട്ടോ. നമ്മളെല്ലാവരും സാധാരണക്കാരാണേ. അപ്പം ഞാൻ പറയാൻ പോകുന്ന നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നാണ്. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മളിൽ കൂടുതൽ പേര് നമ്മൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്യുന്നവരാണല്ലേ. നമ്മൾ കൂടുതൽ നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ, ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി കൂടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം അത് വലിയ അപകടത്തിലെത്തുമല്ലേ. നമ്മൾ പല ന്യൂട്രീഷനും പല പ്രോട്ടീൻസും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ ആഹാരത്തിൽ പോലും ശ്രദ്ധിക്കാത്തവരാണ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് അങ്ങനെ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നമ്മൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും നമ്മളെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീന്, അയണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു 2 ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു 3 ഈത്തപ്പഴം, അങ്ങനെ ഡേറ്റ്സ് അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ നോക്കിയാൽ തന്നെ നമുക്ക് അയണൊക്കെ നമ്മളെ ശരീരത്തിൽ കിട്ടും. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും ആണെങ്കിൽ നമ്മളെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാൻ നോക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വൈറ്റമിൻ സി, പിന്നെ അതുപോലെ നമ്മളെ നെല്ലിക്കയിൽ നിന്നൊക്കെ വൈറ്റമിൻ സി കിട്ടാറുണ്ട്. അതുപോലെ നമ്മൾ വെജിറ്റബിൾസ് എന്താണ് നമ്മൾ വെക്കുന്നത് അതൊക്കെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ഒരു ടൈമിൽ എക്സസൈസിനായിട്ട് മാറ്റി വയ്ക്കുക അല്ലേ. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് തരുന്നതാണ് കേട്ടോ, എക്സസൈസൊക്കെ. അപ്പോൾ ഞാനൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു. ഒരു ദിവസം ചെയ്താൽ പിന്നെ കുറേ ദിവസം അങ്ങോട്ട് തിരിയത്തില്ല. അപ്പോൾ അത് കറക്റ്റ് ഫോളോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തന്നെ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി മനസ്സിലാവുന്നുണ്ട്. നമ്മളെ ശരീരത്തിൽ നല്ല ഹാപ്പി ഹോർമോൺസൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം ഒന്നുമില്ലെങ്കിൽ അരമണിക്കൂർ നടക്കാനെങ്കിലും പോവുക. അതൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുപോലെ പിന്നെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഏതിനെയും നമ്മൾ നെഗറ്റിവിറ്റി തോട്ടിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നെഗറ്റിവിറ്റി പറയുന്നവർ തന്നെ നമ്മൾ കൂടുതലും എൻകറേജ് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് തോട്ടുള്ളവരെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ ലൈഫ് ഏകദേശം സെറ്റാവും. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. അതുപോലെ അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ വാട്ടർ ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് സ്വയം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും ഒക്കെ അങ്ങ് മാറും. അത് നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കണം കേട്ടോ. വാട്ടർ ഇൻടേക്ക് അതൊരു മെയിൻ ഘടകമാണ്. അത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു ബോട്ടിലെടുത്ത് വെച്ചിരിക്കുക. ആ ബോട്ടിലുള്ള വെള്ളം തീരുമ്പോഴത്തേനും നമ്മൾ വീണ്ടും അതുപോലെ ഫില്ലപ്പ് ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെന്തായാലും നമ്മൾ കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളിലും നമ്മൾ നന്ദി പറയുമ്പോഴത്തേനും വീണ്ടും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിലേക്ക് ആ ഒരു പോസിറ്റീവ് തോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് കഴിയും. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ.
ഞാൻ ഇത് പിന്നെ നമ്മൾ കുറച്ച് ടൈം നമുക്ക് സെൽഫായിട്ട് ഒരു സെൽഫ് ടൈം നമ്മൾ കണ്ടെത്തണം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കാര്യം വേണമെങ്കിലും ആ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ സെൽഫ് ടൈമായിട്ട് നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് 24 മണിക്കൂറും നമ്മൾ അങ്ങ് എൻഗേജ്ഡ് ആയിട്ടിരിക്കാതെ ഒരു അരമണിക്കൂർ നമുക്കായിട്ട് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഒന്നുമില്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചൊക്കെ നമുക്ക് ഇരിക്കാം.